അടൂരിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയ്ക്ക് ശ്രീ ചിറ്റയം ഗോപകുമാർ താങ്കൾ എന്ത് ചെയ്തു? അടൂരിന്റെ സാംസ്കാരിക പൈതൃകമായി ഉയർത്തിക്കാണിക്കുവാൻ സാധിക്കുന്ന അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടത്തിന് നിത്യചൈതന്യ യതി മുതൽ അടൂരിന്റെ പ്രതിഭാധനരായ എല്ലാവരും പഠിച്ചിട്ടുള്ള ആ കെട്ടിടത്തിന് താങ്കൾ 1 കോടി രൂപ സാംസ്കാരിക പൈതൃകം എന്നുള്ള നിലയിൽ നിലനിർത്തുവാൻ അനുവദിക്കുന്നു എന്നുള്ള പത്രപരസ്യവും കൊട്ടിഘോഷിക്കപ്പെട്ട ഉദ്ഘാടന കർമ്മങ്ങളും ഒക്കെ നടത്തുവാൻ വ്യഗ്രതപ്പെട്ട താങ്കളെ എനിക്ക് ഓർമ്മയുണ്ട്. എവിടെയാണ് ആ 1 കോടി രൂപ? തെങ്ങണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ താങ്കൾ 1 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിതു. ആകെ 10 മുറികളുള്ള ഇരുനില കെട്ടിടം. അതിൽ 7 മുറികൾ പണിതത് 1 കോടി രൂപ MLA ഫണ്ട് ഉപയോഗിച്ച്. ബാക്കി 3 മുറികൾ പണിതത് പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ 2015-20 കാലത്തെ CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചു. ഇന്ന് ആ കെട്ടിടത്തിന്റെ പല മുറികളും ടൈലുകൾ പൊട്ടി കുട്ടികൾക്ക് ഉപയോഗശൂന്യമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. എന്ത് ചെയ്തു നിങ്ങൾ ആ 1 കോടി രൂപ കൊണ്ട്? ആ കെട്ടിടത്തിന് വേണ്ട രീതിയിലുള്ള സാനിറ്ററി സൗകര്യങ്ങളോ ബാത്റൂം ഫെസിലിറ്റികളോ നിങ്ങൾ ഒരുക്കിയിരുന്നു? ആ കെട്ടിടത്തിന് വൈദ്യുതീകരണത്തിനായിട്ട് നിങ്ങൾ തുക വെച്ചിരുന്നു? വൈദ്യുതീകരണം നടപ്പിലാക്കിയിരുന്നു? എന്തായിരുന്നു നിങ്ങൾ 1 കോടി രൂപ കൊണ്ട് പണിത ആ 7 മുറി കെട്ടിടം, തെങ്ങമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാക്കി നിൽക്കുന്ന ആ കെട്ടിടം? നിങ്ങൾ എന്ത് സന്ദേശമാണ് സാധാരണക്കാർക്ക് നൽകിയത്? നിങ്ങൾ ആരുടെ ഒപ്പമാണ് സഞ്ചരിച്ചത്? നിങ്ങൾക്ക് ആരോടായിരുന്നു കടപ്പാട്?